ദാവിദേട്ടനെ പോലെ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് വിളമക്കുട്ടി ടീച്ചർ എൻ്റെ സ്കൂളിലെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപികയാണ്. എന്നെ മാത്രമല്ല എൻ്റെ ഫാദറിനെയും എൻ്റെ ബ്രദറിനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 3-4 തലമുറയെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപികയാണ്. ഞങ്ങൾക്കൊക്കെ മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട വിളമക്കുട്ടി ടീച്ചറുടെ പിച്ച് ഭയങ്കര ഫേമസ് ആയിരുന്നു. പിച്ചാന്ന് പറഞ്ഞാൽ ഈ കൈയുടെ ഈ സൈഡിലാണ് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ അല്ല ഒന്ന് പിച്ച് കാണിച്ച ടീച്ചർ പണ്ട് ഇങ്ങനെ പിച്ചുമായിരുന്നു. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. കാരണം എന്താ പറയുക, ടീച്ചറുടെ പിച്ച് കിട്ടാത്ത കുട്ടികൾ കുറവായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. പക്ഷേ എനിക്കധികം കിട്ടിയിട്ടില്ല, ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു അല്ലേ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അങ്ങനല്ലേ? ഓർമ്മയുണ്ടോ ടീച്ചർക്ക് ആ പിച്ചതൊക്കെ? എല്ലാം ഓർമ്മയുണ്ട്. പിച്ചതുണ്ട്, തല്ലിയതുണ്ട്, എല്ലാം ഉണ്ട് ഓർമ്മ. ആദ്യമൊക്കെ തല്ലുമായിരുന്നു, പിന്നെ മാറ്റി പിച്ചാക്കി അല്ലേ? അതെങ്ങനെയാണ് ഒന്ന് പറയോ? അതെ, പിന്നെ കുട്ടികളൊക്കെ വലുതായി ഒരു വലിയ ആൺകുട്ടികളായില്ലേ, 8ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ വലിയ ആൺകുട്ടികളായപ്പോൾ പിന്നെ അവരെ നമ്മൾ മുണ്ടൊക്കെ പൊക്കി പിടിച്ച് ചൂരിലുണ്ടൊക്കെ അടിക്കുമ്പോൾ അത് പ്രയാസമല്ലേ. അപ്പം ഞാൻ പതുക്കാനെ ഇവിടെ ഒരത്തുമ്പോൾ പിടിച്ച് ഇങ്ങനെ പതുക്കെ പിടിച്ചു. അപ്പോൾ ആ പിടിച്ച് അടയാളം വീഴില്ല, അവർക്ക് വേദന എടുക്കും. അപ്പം അവർ പഠിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും പറയും ടീച്ചർ ഭയങ്കര പിച്ച്, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. നാളെ ഓരോരുത്തർ വന്നിട്ട് പറയും ടീച്ചറുടെ തല്ല് അങ്ങനെ തല്ല് ആരും ഞങ്ങൾ പഠിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ മടിയന്മാരായി നടന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പല അധ്യാപകരെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ടീച്ചറാണ്. എന്താ അറിയില്ല, ഞാൻ എപ്പോഴും പലയിടത്തും എഴുതിയിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട് വിളമക്കുട്ടി ടീച്ചറെ കുട്ടി. ഇന്നാൾ സാധാരണ വന്നിട്ട് പറയും ടീച്ചർ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല, ആ വെള്ള വസ്ത്രം ധരിച്ചുള്ള വരവ് ടീച്ചർ. അത് ഞാൻ ഒരു ആഴ്ച മുണ്ടും ഷർട്ടും സാരി കൊടുത്താൽ ആ ഒരാഴ്ച അത് അങ്ങനെ തന്നെ ഇരിക്കും, ഒരഴുക്കാവില്ല. അഴുക്കുള്ളോടത്ത് ഞാൻ ഇരിക്കില്ല. ജോസ് മാഷ് പറയും അല്ലേ കുട്ടി വരണ്ട് കേട്ടാ, അവിടെയൊക്കെ തുടച്ചു കൊടുക്കും. ഞാൻ ഒരിക്കലും പൊടി അഴുക്കുള്ളോടത്ത് ഇരിക്കില്ല, എനിക്ക് വലിയ വൃത്തിയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ടീച്ചർ ഇപ്പോഴും കണ്ടില്ല ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചും അധ്യാപകർ. ഇപ്പോൾ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകർ ഉണ്ടായിരുന്നു. അവർ പലരും മരിച്ചു പോയി കഴിഞ്ഞു. ഇപ്പോഴും സജീവമായിട്ട് ജീവിച്ചിരിക്കുകയാണ് എൻ്റെ ടീച്ചർ, വിളമക്കുട്ടി ടീച്ചർ. ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, ജോസ് സാർ, അവരൊക്കെ മരിച്ചുപോയി അല്ലേ? അതെ. ഇപ്പോഴും നല്ല ആരോഗ്യത്തോടുകൂടിയും ഇപ്പം കണ്ടില്ലേ ടീച്ചർക്ക് ഒരു കുഴപ്പമില്ല, ചെവിക്ക് തരാറില്ല, കണ്ണിന് തരാറില്ല. എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞ്, അതൊക്കെ ഒരു ഐശ്വര്യമാണ്. കാരണം അതൊക്കെ ഞങ്ങളെന്താ ശിഷ്യന്മാരുടെയൊക്കെ ഒരു പ്രാർത്ഥനയായിരിക്കും അല്ലേ ടീച്ചർ? എനിക്ക് എൻ്റെ കുട്ടികൾ പഠിക്കുന്ന മാത്രമേ ഉണ്ടായുള്ളൂ. ഏത് ഒരു ടീച്ചറുടെ ലെഷർ പീരീഡ് ഉണ്ടെങ്കിലും ഞാൻ ആ പീരീഡ് വാങ്ങിച്ച് ഞാൻ അവിടെ പഠിപ്പിക്കും. അതുപോലെ സ്കൂൾ വിട്ട് ഇനി 4 മണി വിട്ടാലും ഞാൻ കുട്ടികളെ പഠിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ 9 മണിയാകുമ്പോഴേക്കും ഞാൻ സ്കൂളിലെത്തും. ഞാൻ ചിലവിനാകുമ്പോഴേക്കും കുട്ടികൾ പറയും ഇതേ വരണ്ടാന്ന് പറഞ്ഞിട്ട് കളിക്കുന്നവർ ഓടും ക്ലാസ്സിലിരിക്കുക. എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 9 മണിക്ക് കഴിഞ്ഞിട്ട് ഒറ്റയാളും പിന്നെ കളിക്കാൻ പാടില്ല, ക്ലാസ്സിൽ നിന്ന് ഞാൻ വരുമ്പോഴേക്കുണ്ട്. അപ്പം എന്നാ പള്ളിയിൽ അവിടെ കാണുമ്പോഴേക്കും വരും വിളിയായിട്ട് ദേ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഓടി വരും. അപ്പം അങ്ങനെ കുട്ടികൾക്ക് എന്നെ പേടിയായിരുന്നു. അതുപോലെ ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു, അവരെന്നെ സ്നേഹിച്ചിരുന്നു. അപ്പം ഇന്നും ആ ആത്മാർത്ഥ നിൽക്കുന്നുണ്ട്. ഇത് സെൽവിൻ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും പിന്നെ കോളേജിലൊക്കെ ഒരുമിച്ച് തന്നെ പഠിച്ചിരുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ജോസ് മാസ്റ്റർ മകനാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെയൊക്കെ മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇവിടെ പാലം വന്നത്, മധുരകം പാലം. അന്ന് പാലമില്ല, ഒരു കടവായിരുന്നു. കടവിൽ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റെപ്പിലും ഈ കടവിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വൈകുന്നേരം. അന്ന് ഞങ്ങൾ കോളേജിൽ പഠിച്ച ഇവിടുന്ന് മറ്റേ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയും, ഞങ്ങളുടെ ക്രൈസ്റ്റ് കോളേജ്. അപ്പോൾ ഇവിടുന്ന് കടത്ത് കിടന്നിട്ട്, അന്ന് വള്ളത്തിൽ കയറിയിട്ട് കടത്ത് കിടന്നിട്ടാണ് അക്കരയിൽ നിന്ന് ബസ് വരിക. ആ ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ കോളേജിൽ പോയിട്ട്, ഒരു ബസ്സുള്ളൂ, സെൻറ്റ് തോമസ് അല്ലേ ബസ്സിൻ്റെ പേര്, ഒരു ബസ്സുള്ളൂ. ആ ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ കൊടുങ്ങല്ലൂർ ടൗണിൽ ചെന്ന് ഒരുപാട് കറങ്ങിയിട്ട് ഞങ്ങൾ പോകണം. അപ്പോൾ ഇത് എളുപ്പമായിരുന്നുകൊണ്ട് ഇവിടുന്ന് കടവിൽ വള്ളത്തിൽ കയറി അക്കരെ ചെന്ന് ആ ബസ്സിൽ കയറി പോകും. അതായിരുന്നു ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കടവ് ഞങ്ങൾക്ക് മറക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറി, ഇതിപ്പോൾ പാലമായി. പിന്നെ ഈ കടവിൽ തന്നെയാണ് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ എൻ്റെ കലാപ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു തുടക്കം എന്ന് പറയാം. നാടകമായാലും ശരി, എഴുത്തിൻ്റെയൊക്കെ അത്യാവശ്യം വായനയുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ കടവും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആഷുക നാടകമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്നെ ബന്ധപ്പെടുത്തിയതെന്ന് തന്നെ പറയാം. ഈ പരിസരങ്ങളും അതുമായിട്ട് കണക്റ്റഡ് ആണ്. അത് അഷുകാക്ക് ഓർമ്മയുണ്ടാവില്ല? അഷുക എഴുതിയൊരു നാടകം ഉണ്ടല്ലോ, ചിത്രലേഖ അല്ലേ? അന്ന് ഈ YMC ഈ ലൈബ്രറിയുടെ പ്രവർത്തനമായിട്ട് നടക്കുമ്പോൾ ഈ
ഇയാളെന്ന് പറയണ ഒരു സ്മാർട്ട് യങ് ബോയ് ഇങ്ങനെ വരുമ്പോൾ ഞാനന്ന് ലൈബ്രറിയനായിട്ട് കുറച്ച് ആൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുമ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ, പ്രത്യേക പുസ്തകങ്ങൾ എടുത്തു വെക്കും. 67, 68, 69 കാലഘട്ടങ്ങളിലാണ് കൂടുതൽ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ഓരോ പുസ്തകങ്ങളും മാറ്റി വെച്ചിട്ട് ഇയാൾ വരുമ്പോൾ കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 40 വർഷമായിട്ട് ഇപ്പോഴും ഞാൻ ആ പ്രക്രിയ തുടരുന്നുണ്ട്. ഇപ്പോഴെന്തെങ്കിലും കണ്ടാൽ പ്രത്യേകമായിട്ട് മാറ്റി വെച്ചിട്ട് ഇയാൾ വരുമ്പോൾ എടുത്ത് കാണിക്കുന്നൊരു രീതി എനിക്കിപ്പോഴും ഉണ്ട്. അങ്ങനെ ആ ചിത്രലേഖ എന്ന് പറയുന്ന ഒരു നാടകം ഞാൻ എഴുതി അന്ന് അതന്നെ. പിന്നീട് ഞാനൊക്കെ സ്കൂളിൽ വന്നപ്പോൾ അതന്നൊരു 10-25ഓളം സ്റ്റേജ് മൊത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. കോളേജിൽ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു തമാശ എന്ന് വെച്ചാൽ അശോകയുടെ മകൻ അത് അവതരിപ്പിച്ചു. അതേ നാടകം തന്നെ വർഷങ്ങൾക്ക് ശേഷം അശോകയുടെ അവതരിപ്പിച്ചപ്പോൾ ഞാൻ ഡയറക്ടറായതിനു ശേഷം ഞാൻ ആ നാടകം ഡയറക്റ്റ് ചെയ്തു. തലമുറകൾ കൈമാറിയ ഒരു തമാശയായിരുന്നു അത്. മൈക്കലാഞ്ചലോനെ കുറിച്ചൊരു നാടകമാണ്. വളരെ ഇതായിട്ട് ഒരുപാട് സ്ഥലത്ത് സ്റ്റേജ് ചെയ്തിട്ടുള്ളൊരു നാടകമാണ്. അപ്പോൾ അങ്ങനെ നാടകവും അല്ലെങ്കിൽ സിനിമയുടെ ഒരു ബാലപാഠം എന്ന് പറയുന്നത് ഇതൊക്കെ. കാരണം എഴുത്തും സാഹിത്യവും നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പരിസരങ്ങൾ എന്നെ ഒരുപാട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലിപ്പം നിൽക്കുമ്പോൾ ഇവരെയൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുകയാണ്. അത് മാത്രമല്ല എൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും പിന്നീട് വഴി പിരിഞ്ഞു പോയിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീണ്ടും എപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞവരിവിടെ പാലം വന്നു, കടവൊക്കെ കാണാനില്ല. പിന്നെ പുഴയുടെ വീതി പോലും കുറഞ്ഞു. അന്ന് ഒരുപാട് വീതി ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ വീടുകളും അതൊക്കെ വന്ന് ആകെ മാറി. കാരണം അതിൻ്റെ ഒരു അപരിചിതത്വം എനിക്കിവിടെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഇവിടുത്തെ ഈ പുഴയിലൊക്കെ നീന്തി കുളിക്കുമായിരുന്നു ഞാൻ, വള്ളം തുഴയുമായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ പെട്ടതാണ്. ഇത്തരം ഒരു അന്തരീക്ഷത്തിലാണ് ജീവിച്ച് വളർന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇതൊരു തുരുത്താണ്. ഈ തുരുത്തിൽ എൻ്റെ ഫാദറിന് കുറച്ച് പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ തെങ്ങ് കയറിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ വള്ളം തുഴഞ്ഞ് ഈ തെങ്ങ് കയറ്റക്കാരും പണിക്കാരൊക്കെ അവരുടെ കൂടെ പോകും. എന്നിട്ട് നല്ല മഴക്കാലത്ത് ഈ കർക്കിടകത്തിലൊക്കെ ഈ പറമ്പിലൊക്കെ വെള്ളം കയറി, പുഴ നിറഞ്ഞ് കവിഞ്ഞിട്ട് പറമ്പിലൊക്കെ വെള്ളം കയറും. അപ്പോൾ തെങ്ങേരക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ തെങ്ങ് കയറിയിട്ട് നേരെ വെള്ളത്തിലേക്കാണ് ഈ തേങ്ങയൊക്കെ ഇടുക. അത് വള്ളത്തിലേക്ക് ഇങ്ങനെ പറമ്പിൽ കൂടി തന്നെ മെല്ലെ വള്ളം തുഴഞ്ഞ് ആ തേങ്ങയൊക്കെ അതിൻ്റെ അകത്തിട്ട് നിറച്ചിങ്ങനെ, അത് വലിയ വെള്ളമായിരിക്കും കുറേ കൂടി. ഈ നിറയെ തേങ്ങയായിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഈ പുഴയിൽ കൂടി ഇങ്ങനെ പോകുമായിരുന്നു ഞാൻ. അത് എൻ്റെ ഒരു ഓർമ്മയിൽ ഭയങ്കര ഇതായിരുന്നു. അത് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ വള്ളത്തിലുള്ള അപ്പോൾ വള്ളപ്പാട്ടുകളൊക്കെ ഉണ്ട്. പാട്ട് എനിക്ക് ഒരു പാട്ട് ഇങ്ങനെ ഓർമ്മ വരുന്നില്ല. അന്ന് ഇങ്ങനെ ത്രിവേണി എന്ന് പറഞ്ഞ സിനിമയിൽ കൈതപ്പുഴ കായലിലെ കാറ്റിൻ്റെ കൈകളിലെ നമുക്ക് നെസസാർ ഇങ്ങനെ വെള്ളം തുഴഞ്ഞു പോകുന്നു. ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ ചിലപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ കുടയൊക്കെ ചൂടി ഇങ്ങനെ അത് കണ്ടിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്നൊരു കാലമുണ്ട്. അങ്ങനെ ഓർക്കാൻ ഒരുപാട് കാലമുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിലെ ഈ പുഴയും ഈ അന്തരീക്ഷവും ഇതൊക്കെ തന്നെ ആയിരിക്കാം പിന്നീട് സിനിമകൾ ചെയ്യുമ്പോൾ ഈ പാട്ടുകൾ, ആ പാട്ടുകളുടെ ചിത്രീകരണത്തിലൊക്കെ അറിയാതെ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടാകും. അത് ഇപ്പോൾ വേർതിരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഗ്രാമവും ഈ മതിലെന്ന് പറഞ്ഞ പ്രദേശമൊക്കെ തന്നെ എൻ്റെ ഒരുപാട് സിനിമകളിൽ കഥാപാത്രങ്ങളായിട്ടും അന്തരീക്ഷമൊക്കെ ആയിട്ട് കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ വീണ്ടും ഇങ്ങനെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഓരോ സിനിമകളുടെ ഓരോ സീൻ പോലെ, ഓരോ ഷോട്ടുകൾ പോലെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും അവിസ്മരണീയ മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെയായിരിക്കും. ഞാൻ നേരത്തെ കണ്ട എൻ്റെ ദാവിദേട്ടനും വളമ്പൂർ ടീച്ചറും ഈ ഗ്രാമവും ഇതുപോലുള്ള അന്തരീക്ഷം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചത്.